ഇഷ്ടമില്ലാതെ ചൊല്ലുന്ന പ്രാർത്ഥന കഷ്ടകാലത്ത് ഉപകരിക്കും എന്നല്ലേ? പ്രാർത്ഥന എല്ലാവർക്കും മടുപ്പ് ഉളവാക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഒരു നിരീശ്വരവാദിയായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും വിഷമഘട്ടങ്ങളിൽ ആരുടെയെങ്കിലും രൂപത്തിൽ ഒരു ശക്തി നിങ്ങളെ സഹായിക്കാറില്ലേ? ഏത് പേരിട്ടു വിളിച്ചാലും ആ ഒരു സഹായി ഇല്ലാതെ ജീവിക്കുക അസാധ്യം. ഈ കഥ കേട്ടു നോക്കൂ. ഒരിടത്ത് പരമു എന്നു പേരായ കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. റാണി. രാത്രി വലിയ തണുപ്പാണല്ലേ? അതെ പരമു ചേട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം പാകമായോ? വിശന്നിട്ടു വയ്യ. കഞ്ഞി ശരിയായിട്ടും ചേട്ടാ. പകൽ കൊടും ചൂട് കൊണ്ടുള്ള അധ്വാനം അസഹനീയമാണ്. ഭയങ്കര ക്ഷീണം. ഇതാ ഭക്ഷണം. ശരി, ഭക്ഷണം കഴിച്ചു വേഗം കിടക്കട്ടെ. പ്രാർത്ഥിക്കാനായി അല്പസമയം മാറ്റിവെച്ചുകൂടെ? എനിക്ക് വയ്യാതെയാണെന്ന് ദൈവത്തിനറിയാം. പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മാത്രം മതിയോ? അധ്വാനിച്ചാൽ കിട്ടാത്തത് ഒന്നുമില്ല. ഞാൻ പണിക്കോട്ടെ. ശരി. ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് മുഴുവൻ കാട്ടുപന്നി നശിപ്പിച്ചല്ലോ. ഇന്ന് രാത്രി ഇവയെ ഓടിക്കാനായി ഏറ്റ്മാടത്തിൽ കിടക്കാം. എന്റെ അധ്വാനം മുഴുവൻ കാട്ടുപന്നി നശിപ്പിച്ചു. റാണി, ഞാൻ ഇന്ന് രാത്രി കൃഷിസ്ഥലത്തെ ഏറുമാടത്തിലാണ് കിടക്കുന്നത്. അത് അപകടമല്ലേ ചേട്ടാ? കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചാലോ? നീ പേടിക്കേണ്ട, എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഞാൻ ഒരു ഭീരുവല്ല. എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയാം. ശരി, ഞാൻ പോട്ടെ. നല്ല കാറ്റുണ്ടല്ലോ. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നാശം, മഴയും പെയ്തു തുടങ്ങി. വേഗം നടക്കാം. ഏറുമാടും എത്തിയല്ലോ. എന്തോ വലിയ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. തിരിച്ചു വീട്ടിലോട്ട് പോകാം. മഴ കൂടുകയാണ്. ഭയങ്കര ഇരുട്ടാണല്ലോ. ഒന്നും കാണാൻ പറ്റുന്നില്ല. വഴിയൊന്നും കാണുന്നില്ലല്ലോ. അവിടെ എന്തോ ഉണ്ടല്ലോ. അയ്യോ, ആനക്കൂട്ടം. രക്ഷിക്കണേ. ദേവമേ, ഭയങ്കര ഇടിയും മഴയുമാണല്ലോ. പരമുചേട്ടനെ രക്ഷിക്കണേ. അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ടല്ലോ. പേടിക്കേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാൻ ഒരു കാട്ടുവാസിയാണ്. നിന്റെ കരച്ചിൽ ദൂരെ നിന്ന് ഞാൻ കേട്ടു. വരൂ, ഞാൻ നിന്നെ വീട്ടിലാക്കാം. ദൈവമേ, എന്നോട് ക്ഷമിക്കൂ. കരയാതെ വരൂ. റാണി. ചേട്ടാ, എന്തുണ്ടായി? ഞാൻ ഭയന്ന് ഇവിടെയിരുന്ന് നിങ്ങൾക്കു വേണ്ടി ദൈവത്തോടു പ്രാർത്ഥിക്കുകയായിരുന്നു. നിന്റെ നിലവിളി ഒന്നുകൊണ്ടു മാത്രമാണ്. കാട്ടാനക്കൂട്ടും ചവിട്ടി മെതിക്കുമായിരുന്ന എന്നെ രക്ഷിക്കാൻ ഇദ്ദേഹത്തെ അയക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത്. എന്നോട് ക്ഷമിക്കൂ. ദൈവം കൂടെയില്ലെങ്കിൽ അധ്വാനമെല്ലാം നിഷ്ഫലമാണ് എന്ന സത്യം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയും ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് താങ്കളോട് നന്ദി പറയേണ്ടതെന്നറിയില്ല. അതിന്റെയൊന്നും ആവശ്യമില്ല സോദരി. ഞാൻ ഒരു നിമിത്തമായി എന്ന് മാത്രം. നിഷ്കപടമായ മനസ്സോടെ ദൈവത്തെ വിളിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് കൈവിടാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. തീർച്ച. ആരോ പാടിയതുപോലെ ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും. കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ദൈവം കൈവിട്ടുവെന്നു തോന്നുന്ന അവസരങ്ങൾ ജീവിതത്തിൽ വരും. പിടിച്ചു നിൽക്കും എന്ന് നമ്മൾ തെളിയിച്ചാൽ പിന്നെയൊരു ചേർത്ത് പിടിക്കലാണ്.